ലവ്ലി ഷോട്ട്സിൻ്റെ പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം. താഴെ തന്നിരിക്കുന്നവയിൽ ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻസ്: ചെളിവെള്ളം, കഞ്ഞിവെള്ളം, ഉപ്പുവെള്ളം, ചോക്കുപൊടിയും വെള്ളവും. ആൻസർ ഓപ്ഷൻ സി ആണ്, ഉപ്പുവെള്ളം. ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് ഉപ്പുവെള്ളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏത്? ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറക്കുക. മർദ്ദം കൂട്ടി ഊഷ്മാവ് കുറച്ചാൽ ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമായിരിക്കും. അപ്പോൾ ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്താം? സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവയെ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താം? ക്രമപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്താം. ആൻസർ ഓപ്ഷൻ എ ആണ്, മിശ്രിതം, സംയുക്തം, മിശ്രിതം. സ്വർണ്ണാഭരണം ഒരു മിശ്രിതമാണ്, സംയുക്തമാണ് പഞ്ചസാര, ഉപ്പുവെള്ളം മിശ്രിതമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, മിശ്രിതം, സംയുക്തം, മിശ്രിതം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിൻ്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിൻ്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. TFM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫാറ്റി മാറ്റർ. ആൻസർ ഓപ്ഷൻ സി ആണ്, 70%. 70% കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നുവരുന്ന TD രാമകൃഷ്ണൻ്റെ നോവൽ ഏത്? ഉപലേന്ദു ചാറ്റർജി എന്ന പ്രധാനപ്പെട്ട കഥാപാത്രം, അതായത് കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണൻ്റെ നോവൽ ഏതാണ്? ഓപ്ഷൻ: പച്ച, മഞ്ഞ, ചുവപ്പ്, മാമ ആഫ്രിക്ക, ആൽഫ, ഫ്രാൻസിസ് ഇട്ടിക്കോര. ആൻസർ ഓപ്ഷൻ സി ആണ്, ആൽഫ. ഉപലേന്ദു ചാറ്റർജി എന്ന സെൻട്രൽ കഥാപാത്രം ക്യാരക്ടർ കടന്നു വരുന്ന TD രാമകൃഷ്ണൻ്റെ നോവലാണ് ആൽഫ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ബ്രിഡ്ജ് ഔട്ട് എന്നത് ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ട വാക്കാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, റസ്ലിംഗ്. റസ്ലിംഗുമായി ബന്ധപ്പെട്ട വാക്കാണ് ബ്രിഡ്ജ് ഔട്ട്. ബ്രിഡ്ജ് ഔട്ട് എന്നത് റസ്ലിംഗുമായി ബന്ധപ്പെട്ട വേർഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആര്? പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? ഓപ്ഷൻസ്: കൊട്ടാരക്കര തമ്പുരാൻ, ചിറക്കൽ തമ്പുരാൻ, ചെറുവത്തൂർ തമ്പുരാൻ, പയ്യന്നൂർ തമ്പുരാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ചിറക്കൽ തമ്പുരാൻ. ചിറക്കൽ തമ്പുരാനാണ് ആൻസർ. ചിറക്കൽ തമ്പുരാനാണ് രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്ത്തൽ നിലം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്?
സംഘകാല സാഹിത്യത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്ത്തൽ നിലം സൂചിപ്പിക്കുന്നത്? നാട്ടിൻപുറത്തെ ഉണങ്ങി വരണ്ട പ്രദേശത്തെ, കാടും ഗ്രാമപ്രദേശങ്ങളെയും കടലോര പ്രദേശത്തെ. നെയ്ത്തൽ ഏത് നിലത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കടലോര പ്രദേശത്തെ. കടലോര പ്രദേശത്തെയാണ് നെയ്ത്തൽ എന്ന് സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നെയ്ത്തൽ എന്ന് പറഞ്ഞാൽ കടലോര പ്രദേശത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗീതാഞ്ജലി ശ്രീക്ക് 2024 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ്? ടോം ഓഫ് സാൻഡ് എന്നത് ഹിന്ദി കൃതിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ്? ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച കൃതിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, രേത് സമാധി. രേത് സമാധി എന്ന പുസ്തകമാണ് ടോം ഓഫ് സാൻഡ് എന്ന കൃതിയുടെ ഹിന്ദി പതിപ്പ്. അതായത് ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ രേത് സമാധി എന്ന നോവലിൻ്റെ പരിഭാഷയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മറ്റു ക്വസ്റ്റ്യൻസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.